ദേശീയപാതയിലെ സർവീസ് റോഡ് 2 വേ അല്ല 1 വേ തന്നെ. KSRTC ഉൾപ്പെടെ ദീർഘദൂര ബസ്സുകൾ മാത്രമേ ഹൈവേ വഴി സർവീസ് നടത്താവൂ. ജില്ലയിൽ ദേശീയപാത 66ന്റെ സർവീസ് റോഡുകൾ 1 വേ ആയി മാത്രം ഉപയോഗിക്കാൻ തീരുമാനം. മലപ്പുറം ജില്ലാ കളക്ടർ അധ്യക്ഷനായ റോഡ് സുരക്ഷാ സമിതി യോഗമാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. സർവീസ് റോഡുകൾ 2 വേ ആണെന്നും അതേസമയം അതത് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അതിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്നും ദേശീയപാത അതോറിറ്റി നേരത്തെ വിവരാവകാശ നിയമപ്രകാരം അറിയിച്ചിരുന്നു. ഇപ്പോൾ ജില്ലയിൽ പലയിടങ്ങളിലും സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. ഇതു കാരണം അപകടവും ഗതാഗത കുരുക്കും ഉണ്ടാകുന്നുണ്ട്. 6.5 മീറ്റർ മാത്രം വീതിയിലാണ് കേരളത്തിൽ സർവീസ് റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ തന്നെ സ്ലാബും റോഡും 2 നിരപ്പിലാണ്. അതുകൊണ്ട് 2 വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വീതിയില്ല. ചില ഭാഗങ്ങളിൽ 6.5 മീറ്റർ പോലും വീതിയില്ല. പ്രധാന കവലകളിലും അടിപ്പാലമുള്ള സ്ഥലങ്ങളിലുമെല്ലാം വലിയ ഞെരുക്കമാണ് ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് സർവീസ് റോഡുകൾ 1 വേ ആക്കാൻ റോഡ് സുരക്ഷാ സമിതി തീരുമാനിച്ചത്. ഓട്ടോ സ്റ്റാൻഡുകൾ ഉൾപ്പെടെ സർവീസ് റോഡിലെ തടസ്സങ്ങൾ നീക്കും. സർവീസ് റോഡ് തടസ്സപ്പെടുത്തുന്ന ഓട്ടോ സ്റ്റാൻഡുകൾ, പാർക്കിങ്ങുകൾ, അനധികൃത കച്ചവടങ്ങൾ എന്നിവയും നീക്കം ചെയ്യും. ഓട്ടോ സ്റ്റാൻഡുകൾ, സർവീസ് റോഡുകൾ തടസ്സപ്പെടുന്ന വിധം പുനഃക്രമീകരിക്കാൻ അതത് തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കും. KSRTC ഉൾപ്പെടെ ദീർഘദൂര ബസ്സുകൾ മാത്രമേ ഹൈവേ വഴി സർവീസ് നടത്താവൂ. ബാക്കി ചെറുദൂരം സഞ്ചരിക്കുന്ന ബസ്സുകളും ഓട്ടോ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവയും സർവീസ് റോഡ് വഴി മാത്രമേ പോകാവൂ. ബസ് നിർദ്ദിഷ്ട സ്റ്റോപ്പുകളിൽ നിർത്തണം. ദേശീയപാതയിൽ ബസ്സുകൾ നിർത്തുകയോ ആളുകളെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യരുത്. ഹൈവേയിലെ ക്യാമറകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കും. ഡ്രൈവർമാരുടെ കാഴ്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ റോഡരികിൽ അനധികൃതമായി സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ, ബാനറുകൾ എന്നിവയും നീക്കം ചെയ്യും.